ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായും സ്തോത്രം ചെയ്യുന്നു. I thank the Lord Almighty for all the brothers and sisters who gathered here this morning. ഇന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കും. Let us be in a prayerful attitude that the Holy Spirit will speak to us this morning. ഏത് സാഹചര്യത്തിലും ദൈവമക്കളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണം. In any situation, the Holy Spirit should speak to us. ദൈവവചനം നമ്മളോട് സംസാരിക്കണം. The word should speak to us. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. The people of this world are going through a tough time. നമുക്കറിയാം, ലോകത്തിൽ വലിയൊരു യുദ്ധം കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. We all know that there's a war that has happened. ഈ യുദ്ധവും പ്രശ്നങ്ങളും ഒക്കെ അനേകർ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ കഷ്ടത്തിലേക്ക് അകപ്പെട്ടു വരും. Many people are struggling because of this world. We are knowing it and some we are not knowing it. പക്ഷേ അതിൻ്റെ പരിണിത ഫലങ്ങൾ ഒരുപക്ഷെ നമ്മളൊക്കെ ചെറിയ തോതിൽ വ്യത്യസ്ത നിലകളിൽ അനുഭവിക്കേണ്ടത് വരും. Because of this war, directly or indirectly, we also can go through a tough time. അനേകർക്ക് ജോലി നഷ്ടപ്പെടാം, അനേകർക്ക് മരണം സംഭവിക്കാം. Some people would have lost their jobs, some would have died. അങ്ങനെ വ്യത്യസ്തങ്ങളാകുന്ന ഒത്തിരി പ്രശ്നങ്ങൾ സമൂഹത്തിൽ വരാം. So different kind of things can happen in our situation. ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ Though all these things are there, മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. there's one more thing that we should understand. ആവശ്യ വസ്തുക്കൾ പലതും ഇല്ലാതെയായിട്ട് പട്ടിണിയും ദാരിദ്ര്യവും സമൂഹത്തിൽ സംഭവിക്കുവാനിടയുണ്ട്. There's a situation where whatever essentials that we need, it won't be there. Can famine or hunger or starvation can happen. അല്പസമയം ഞാനിവിടെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്, What I bring to your attention of the meditation is, ആവശ്യ വസ്തുക്കൾ പലതും കുറഞ്ഞു പോകുന്ന ഒരു ലോകത്ത് when we are in a world where the essentials are coming down, നമ്മൾ എന്ത് ചെയ്യണം? what we should do in that situation. ആവശ്യ വസ്തുക്കൾ കുറഞ്ഞു പോകുമ്പോൾ When essentials coming reduced, നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇല്ലാത്തതിനെ ഉണ്ടാക്കിയെടുക്കുവാൻ. or when there's a response that we all have is what is not there, we have to get it. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ഒരു തീരുമാനം ഉണ്ടാകണം. So we should have a decision in the Lord's presence. ആത്മീക മൂല്യങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. We are living in a world where the spiritual thing is reducing. നമുക്കറിയാം, വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം The children of God who is segregated and apart themselves in the Lord's presence, വളരെ വ്യക്തിപരമായ ധാർമ്മിക മൂല്യങ്ങളും ആത്മീക കാഴ്ചപ്പാടോടും കൂടെ ജീവിച്ചിരുന്നവരാണ്. they were the people who once upon a time lived a good spiritual life. ആത്മീകമായ തീഷ്ണതയും ആരാധനയ്ക്കും ദൈവവചനത്തിനുമുള്ള പ്രാധാന്യം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. There was the time that we all had such a lot of zeal and enthusiasm to be in the Lord's presence. എന്നാൽ ആത്മീക മൂല്യങ്ങൾ ഇന്ന് കുറഞ്ഞു വരികയാണ്. But now the spiritual desires are reducing day by day. ആത്മീക ആരാധനയും ആത്മീക മൂല്യങ്ങളും അതിനുള്ള വിലയും അനേകരിൽ കുറഞ്ഞു വരുന്നു. The price, the values the people are giving for the principles of Christian life and the time of worship is reducing. നമുക്ക് വിശ്വാസത്യാഗം സംഭവിക്കുന്നത് കൊണ്ട്, നാം ദൈവവചനത്തിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ട് ദൈവവചനത്തിന്റെ ശക്തി ഒട്ടും കുറഞ്ഞു പോകുന്നില്ല. Just because we are going away doesn't mean that the word of God, the power of God reduces. നമ്മളുടെ അഭിപ്രായം മാറുന്നത് കൊണ്ട് ദൈവവചനത്തിന്റെ ശക്തി ഒട്ടും കുറഞ്ഞു പോകുന്നില്ല. Just because our understanding is changing doesn't mean the word of God change. നമ്മളുടേതാകുന്ന ദൈവിക താല്പര്യം കുറഞ്ഞു പോകുന്നത് കൊണ്ട് ഈ ദൈവവചനത്തിന്റെ ശക്തി ഒട്ടും കുറഞ്ഞു പോകുന്നില്ല. Just because our thoughts and understanding is changing doesn't mean the word of God will change. എപ്പോഴൊക്കെ പ്രതികൂലം സഭയിൽ ഉണ്ടായിട്ടുണ്ടോ ആ കാലങ്ങളിലെല്ലാം ദൈവം തന്റെ ശക്തിയോടെ തന്റെ ജനത്തെ ഉണർത്തിയിട്ടുമുണ്ട്. So wherever the churches have been going through a tough time, there the Lord has spoken to his people through his word and strengthened them. ഇന്ന് ക്രിസ്തീയ സഭ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളാകുന്ന പ്രശ്നങ്ങളുണ്ട്. There are different kinds of problems Christian churches are facing. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ആത്മീക മൂല്യത്തിൽ നിന്നും ദൈവിക ശക്തിയിൽ നിന്നും ദൈവസഭ പിൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. The main thing what we are losing today in the church is losing its spiritual principles and desires. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നവരുടെ എണ്ണം ഈ കാലഘട്ടത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. The second most important thing that we are saying is
that people who preaches the word of God is not preaching the actual way of its in-depth meaning. മൂന്നാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഈ സത്യവചനം പ്രസംഗിച്ചാലും അത് കേൾക്കുവാൻ ഇന്നത്തെ തലമുറയിൽ അനേകർക്കും താല്പര്യം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. The next thing that we notice is, even if the word of God is spoken in its way, the truth, many of the new generation are not able to accept it or deal with it. എന്താണ് അതിന്റെ കാരണം? What is the reason behind it? പലരും ചിന്തിക്കുന്നത് ഇളക്കമോ പ്രകസനമോ ബഹളമോ ഒക്കെയാണ് ആരാധന എന്നുള്ളത്. Many people think worshiping God is making a lot of noise and sounds and so on. എന്നാൽ ആരാധന എന്ന് പറയുന്നത് The worship is നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും പകരുകയും ചെയ്യുന്നതാണ്. the first most thing is worshiping God is surrendering ourselves and submitting ourselves to God. എത്ര വലിയ പാട്ടിനകത്തോ ബഹളത്തിനകത്തോ ആരാധനയ്ക്കകത്തോ നമ്മൾ പോയിരുന്നാലും, However we go and sit in a place with a lot of worship and music and so on, നമുക്ക് വാ തുറന്ന് ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും കഴിയുന്നില്ലെങ്കിൽ, if you are not able to pray or to worship or thank the Lord, നമുക്ക് ഒരു പ്രയോജനമില്ല. then there is no value or there's nothing going to happen in your life. മറിച്ച് ഒന്നോ രണ്ടോ പേരെ വന്നിട്ടുള്ളെങ്കിലും Even if there's only one or two people been there, ഇരിക്കുന്നവർ കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് അനുദപിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ അവിടെ വിടുതൽ സംഭവിക്കും എന്ന് നാം മറക്കരുത്. don't forget, even if there's only 2 or 3 people there but sincerely crying out to the Lord and pour out their spirit, then there are things ഈ happening. പകലിൽ ഞാൻ പറയട്ടെ, This morning I was saying, നമ്മളുടെ ആവശ്യം എന്തുമാകട്ടെ, let us see whatever could be our needs. നമ്മളുടെ സാഹചര്യം എന്തുമാകട്ടെ, Let it be however our situation could be. നമ്മളുടെ അവസ്ഥ എന്തുമാകട്ടെ, Let us however our circumstances be. പക്ഷെ നമ്മളെ തന്നെ ഏൽപ്പിച്ച് ദൈവഹിതത്തിനായി നാം നമ്മളെ സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. When we surrender to the Lord and give it to Him, and that according to Him, He will do it for us, and that will truly happen. അതൊരു പക്ഷേ നമ്മുടെ സാമ്പത്തിക വിഷയമായിരിക്കാം, It can be a financial part, അതൊരു പക്ഷേ നമ്മുടെ ആരോഗ്യ it വിഷയമായിരിക്കാം, can be our health, നമ്മുടെ കുഞ്ഞുങ്ങളുടെ it വിഷയമായിരിക്കാം, can be our children, നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളാകുന്ന പല സമ്മർദ്ദങ്ങളുമായിരിക്കും, it can be different kinds of circumstances in our own personal life. ഒരു പക്ഷേ നമ്മുടെ ജോലി മേഖലകളിലെ പ്രശ്നമായിരിക്കും. Maybe a problem in our workplace. എന്ത് തന്നെ ആയിരുന്നാലും Whatever could be. ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്ന ഒരന്നയുടെ പ്രാർത്ഥന ദൈവം കേട്ടെങ്കിൽ, If God had heard the sincere cry of Hannah, ഹന്ന ദൈവസന്നിധിയിൽ ഹൃദയം പകർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അതിന് മറുപടി കൊടുത്തെങ്കിൽ, if God had heard the cry of Hannah when she poured out to herself to God, സത്യസന്ധമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ നമ്മളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും അതിൻ പ്രകാരം മറുപടികൾ ദൈവം നൽകി തരും. surely God will answer to the children of God who sincerely, faithfully pray out to Him and pour out His heart to the Lord. ആവശ്യ വസ്തുക്കൾ പലതും കുറഞ്ഞു പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങി. I started with saying that many essentials have been lost. ഒന്ന് വായിക്കാം. Let us read ബുക്ക് ഓഫ് ഫസ്റ്റ് സാമുവേൽ 1 Samuel 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. chapter 3 verse 3-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം അവളുടെ അമ്മായിയമ്മയായ നവോമി അവളോട് പറഞ്ഞത്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമസ്ഥലം അന്വേഷിക്കേണ്ടയോ? നീ ചേർന്നിരുന്ന ബാല്യക്കാരികളെ യജമാനായ ബോവസ്. ബുക്ക് ഓഫ് ശമൂവേൽ 1 Samuel chapter 3 verse 1. And the boy Samuel ministered to the Lord before Eli. And the word of the Lord was read in those days. There was no widespread revelation. മലയാളത്തിൽ കൂടെ ഒന്ന് വായിക്കാം. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തിട്ട് പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർബലമായിരുന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. In those days, the Lord's words was rare in that place. ഒന്ന് ചിന്തിക്കുക, Just think, വളരെ ദുർലഭമായിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. when you say it means rare. എപ്പോഴൊക്കെ ദൈവവചനം കുറഞ്ഞു പോകുന്നോ, Whenever the word of God is less or reduced, അപ്പോഴൊക്കെ ദൈവജനം പരാജയപ്പെടും.
those situations, the children of God had a failure. എന്താണ് ദൈവവചനത്തിന്റെ പ്രത്യേകത? What is the importance of the word of God? ദൈവവചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ശക്തി പകരുന്നതാണ്. The word of God is the importance of the word of God is the power it spreads. ദൈവവചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് അനുഗ്രഹിക്കുകയും വിടുതൽ നൽകുകയും ചെയ്യുന്നതാണ്. The power or importance of the word of God, it delivers and it heals the people. ഇതിലെല്ലാം ഉപരിയായി ദൈവവചനം നമ്മളെ കറക്റ്റ് ചെയ്യുന്നതാണ്. Beyond all this, the word of God corrects us. അല്ലെങ്കിൽ നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. Or it purifies us. ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ When we have come to the Lord's presence this morning, നമ്മുടെ സമൂഹത്തിൽ ദൈവവചനം കുറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, when we see around us that the word of God is spread less, നമ്മളുടെ ശുദ്ധീകരണം കുറയുന്നുണ്ട്. then our purification also reducing. ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്, This is what we read. ആ കാലത്ത് വചനം ദുർലഭമായിരുന്നു. In those days, the word of God was rare. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, We should understand വചനം ദുർലഭമായ ഒരു കാലത്ത് when the word of God was rare, അനേകർ ദൈവസന്നിധിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ സമയത്ത്, when the time that people backslided from the word of God, ദൈവസന്നിധിയിൽ കാത്തിരുന്ന ഹന്നയുടെ മകൻ, but the child of Hannah who waited upon the Lord, ദൈവിക മൂല്യത്തിന് വേണ്ടി നിന്നു എന്നത് വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. it gives an importance, and as Samuel stood for the word of God. മാതാവേ, പിതാവേ, നിങ്ങൾ ദൈവവചനത്തിന്റെ മൂല്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ, Others and mothers who are waiting upon for the words, നിങ്ങളുടെ പിൻതലമുറകൾ ദൈവത്തിന് വേണ്ടി നിൽക്കും എന്ന് മറന്നു പോകരുത്. so don't forget, if you stand for the word, then your children or your next generation also will wait upon the ഇന്ന് Lord. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ When we are in the Lord's presence this morning, ദുർലഭമായ ഒരു സാഹചര്യത്തിൽ in a rare situation, നമുക്ക് കാണാൻ കഴിയുന്നത് what we see is എന്താണ്? ദൈവസന്നിധിയിൽ ദൈവിക മൂല്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ശൗമേലിനെ നമുക്ക് കാണാൻ കഴിയും. in such a rare situation when people don't give importance to God, Samuel is standing firm for to hear the voice of God. ഇന്നിവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, What I'm trying to say is, ഒന്ന്, ദൈവവചനം ദുർലഭമായാൽ എന്ത് സംഭവിക്കും? so what will happen if the word of God is rare? 4-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിക്കാം. 1 Samuel chapter 4 verse 2, what it says. Then the Philistines put themselves in battle array against Israel. മലയാളത്തിൽ ഒന്ന് വായിച്ചാട്ടെ. ഫെലിസ്ത്യർ ഇസ്രായേലിന്റെ നേരെ അണിനിരുന്നു. പട പരന്നപ്പോൾ ഇസ്രായേൽ ഫെലിസ്ത്യരോട് തോറ്റുപോയി. ഒന്നാമത്തെ കാര്യം, The first thing is, ദൈവസന്നിധിയിൽ ദൈവവചനം കുറയുമ്പോൾ, when the word of God is reducing, യുദ്ധമോ പ്രശ്നമോ പരീക്ഷണമോ വന്നാൽ നിങ്ങൾ പരാജയപ്പെടും. so when war or any kind of different difficulties come into your life, then you will be a failure. വചനം ദുർലഭമായ ഒരു കാലത്ത് When word of God is rare in that world, ഫെലിസ്ത്യർ യുദ്ധത്തിന് വന്നു. Palestine came for battle. സംഭവിച്ചത് എന്താണ്? What happened there? പട കണ്ടപ്പോൾ ഇസ്രായേലിയർ ഓടി പരാജയപ്പെട്ടു. So when they saw the group of people coming, that Israel got scared and walked back. അപ്പോൾ എപ്പോഴെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിൽ In your personal life, നമ്മുടെ ദൈവിക മൂല്യങ്ങളും ദൈവവചനത്തിന്റെ ശക്തിയും കുറഞ്ഞു പോകുന്നെങ്കിൽ, if the word of God and the strength of God is reducing in our life, പരീക്ഷകൻ നിനക്കെതിരെ പരീക്ഷയുമായിട്ട് കടന്നു വന്നാൽ, when the tempter is coming to tempt you, നിനക്ക് പരീക്ഷകനെ ജയിക്കാൻ കഴിയത്തില്ല. you cannot overcome the tempter. ഒന്ന് മനസ്സിലാക്കുക. Understand this. അതുകൊണ്ട് ദൈവവചനം എപ്പോഴും വായിക്കാൻ So തയ്യാറാകുക. you should be ready to read the word of God every time. എപ്പോഴും ദൈവവചനം കേൾക്കാൻ തയ്യാറാകുക. You must be ready to listen to the voice of God. ദൈവവചനം കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ When you read and listen to the word of God, അത് നിന്നെ ശക്തീകരിക്കും. that will strengthen you. അപ്പോൾ ഇന്ന് പകൽക്കാലം പറ, So say this morning, വചനം ദുർലഭമായാൽ തോൽവിയാണ്. if the word of God is rare, then it is failure. ഇന്ന് പകലിൽ ഞാൻ നമ്മളോട് എല്ലാവരോടും കൂടെ പറയുകയാണ്, I'm telling to every one of us, ജീവിതത്തിൽ ഒരിക്കലും ദൈവവചനത്തിന്റെ മൂല്യത്തിന് വില കുറഞ്ഞു പോകരുത്. the power or the importance of the word of God should never reduce in your life. അപ്പോൾ നമുക്ക് ജയത്തിന് എന്താണ് ആവശ്യം? So what we need for victory? നമുക്ക് ജയത്തിന് ദൈവവചനം ആവശ്യമാണ്. For victory, we need the word of God. ഞാൻ ഇങ്ങനെ തെളിയിക്കാം. I can prove you like this. പരിശോധനകൾ കടന്നു വന്നപ്പോ When temptation came in, കർത്താവായ യേശുക്രിസ്തു പരീക്ഷകളെ ജയിച്ചത് എങ്ങനെയാണ്? how did Jesus overcome the temptation? എങ്ങനെയാ ജയിച്ചേ? How did he overcome? പിശാചിനോട് ദൈവവചനം ഉദ്ധരിച്ച്
പരീക്ഷകളെ ജയിച്ചു. Jesus spoke to Satan by quoting the word. ഇന്ന് പകലിൽ ദൈവവചനം നമുക്കറിയാമെങ്കിൽ If we know the word, നിരാശകളെ നമുക്ക് ജയിക്കാൻ കഴിയുന്നത് ദൈവവചനത്തിന്റെ we വാഗ്ദത്തത്തിലൂടെ. can overcome the pain, the sorrow, the temptation through using these words. ചിലയിടത്ത് നമ്മൾ തോറ്റെന്ന് വരാം, Sometimes we might have a failure. ചിലയിടത്ത് നമുക്ക് പരാജയം സംഭവിച്ചെന്ന് വരാം. Sometimes we might have a fall. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, But I'm telling you with the anointing of the Holy Spirit. ഒരിക്കലും ശത്രുവിന്റെ ഇഷ്ടത്തിന് നിന്നെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. But God will not hand over you to the hands of the evil one. കാരണം നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലാണ്. Because you depend or lean upon the Lord. നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലാണ്. You are the one who depend upon the Lord. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാൻ I would ആഗ്രഹിക്കുന്നു, like to tell every one of you like this. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവവൈതലേ, A child of God who depend or lean upon the നീ Lord. പരാജയമാകുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. The Lord will not allow you to be a failure. ഇന്ന് പകലിൽ This morning, ദൈവവചനത്തിൽ മാത്രം നമുക്ക് ആശ്രയിക്കാം. let us lean upon the word of God alone. എന്തെല്ലാം മാറ്റം സംഭവിച്ചാലും Let every kind of changes happen. ഈ വചനത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ ഒരു മാറ്റവും സംഭവിക്കത്തില്ല. But there will not be a change in the word of God. ഈ വചനം എന്നേക്കും നിലനിൽക്കുന്ന വചനമാണ്. This word of God will stand till the end. അനേകരുടെ പ്രാർത്ഥന കുറയുന്നു, Many people's prayer reducing, വിശ്വാസം കുറയുന്നു, faith is reducing, ആത്മിക താല്പര്യം കുറയുന്നു, desire to be in the spiritual thing is reducing. ദൈവസന്നിധിയിൽ നിന്ന് പിന്മാറിപ്പോകുന്നു, Many people are backsliding. തീഷ്ണത കുറയുന്നു. The zeal is reducing. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, But I would like to tell you in the power of the Holy Spirit, നമ്മളെ ബാഹ്യമായി അലട്ടുന്ന ഒരു പ്രശ്നവും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുവാൻ ഇടവരരുത്. let not the outer struggle hold back our power of our spiritual life. പിന്നെ എന്താണ് ചെയ്യേണ്ടുന്നത്? Then what should we do? ഓരോ പ്രശ്നവും, For every problem, ഓരോ കഷ്ടവും, every difficulty, ഓരോ ബാധ്യതയും every thing that you depend on, നമ്മെ ദൈവത്തോട് അടുപ്പിച്ചുകൊണ്ടിരിക്കണം. that should make us go closer, draw to the Lord. നാം ദൈവത്തോട് അടുത്ത് ചെല്ലണം. We should go closer, draw to the Lord. ദൈവം ഇങ്ങനെ പറയുന്നത്, This is what the word of God says. ദൈവത്തോട് അടുത്ത് ചെല്ലുവി. Go and abide with God. ദൈവത്തോട് അടുത്ത് ചെന്നാലുള്ള പ്രത്യേകത എന്താണ്? What is the great thing that if you come closer, draw to ഒന്ന്, God? നമ്മുടെ പ്രത്യാശയ്ക്ക് പൂർത്തീകരണം ഉണ്ടാകും. One thing, the most important thing happens is our hope increases. രണ്ട്, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. That God does things for us. മൂന്ന്, ശത്രുവിന്റെ മേൽ നമുക്ക് ജയം വരും. Three, we will have victory over our evil enemy. നാല്, ഓരോ പ്രശ്നത്തെയും ധൈര്യത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറാൻ കഴിയും. Fourth, we are able to overcome our problems with word power. അപ്പോൾ ജീവിതത്തിന്റെ എല്ലാ നിർണായക ഘട്ടത്തിലും In every tough situation, ദൈവത്തോട് നമുക്ക് അടുത്തിയല്ല. we should go closer, draw to God. ദൈവിക മൂല്യങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാം. Let us hold on to the word of God. ആരൊക്കെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയാലും Whoever goes backslides, യോശുവ പറയുന്നത് പോലെ നമുക്കൊരു തീരുമാനമുണ്ടാകട്ടെ. as Joshua said, let all of us have a decision. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. Me and my family, we will serve the Lord. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും Even if a man gains the whole world, അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? what is the value if he loses his own soul? ഇന്ന് പകൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ When we have come to the Lord's presence, എന്തെല്ലാം നമ്മൾ നേടിയാലും, however, whatever we gain, എത്ര പണം how ഉണ്ടാക്കിയാലും, much of money you have, എത്ര ആരോഗ്യമുള്ളവരായി നാം however healthy you are, നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്താണ് പ്രയോജനം? what are the benefits of value that if you lose your own soul? അതുകൊണ്ട് So, ദൈവം നമുക്ക് ജീവിക്കാൻ നൽകുന്ന സമയം, the time that God is giving a lifespan to live, ആയുസ്, the lifespan, ദൈവവചനത്തിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് let us hold on to the word of God. ദൈവിക ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കും. Give importance to worship the Lord. ദൈവ ഇഷ്ടത്തോടു കൂടെ ജീവിപ്പാൻ തക്കവണ്ണം To lead a life according to the Lord's will. നമുക്ക് ദൈവഹിതത്തിനായി സമർപ്പിക്കാം. Let us surrender ourselves according to the Lord's will. അങ്ങനെ നാം ജീവിക്കുന്നെങ്കിൽ If we are leading a life like that, തീർച്ചയായിട്ടും ജയം നമുക്കുണ്ട്. surely we have the victory. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. So let us depend upon the Lord. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. Let the Lord bless us through His word. ആമേൻ. Amen.